മോഹൻലാൽ, ശോഭന, തരുൺ മൂർത്തി കൂട്ടുകെട്ടിൽ വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്ന തുടരും മൂവി ഇന്ന് തിയേറ്ററിൽ എത്തുകയാണല്ലോ. 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കേരളത്തിലെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിലേക്ക് വരാം. അതിന് പിന്നെ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് തിയേറ്ററിൽ എത്തുന്ന സിനിമ കേരളത്തിൽ മാത്രം ആദ്യ ദിവസം 220 മുകളിൽ സ്ക്രീനിലാണ് പ്രദർശനം ആരംഭിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 200 മുകളിൽ സ്ക്രീനിലാണ് ഈ ഒരു സിനിമ എത്തുന്നത്. ലാലേട്ടനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഹൈപ്പുള്ള സിനിമക്ക് കിട്ടുന്ന രീതിയിലുള്ള സ്ക്രീൻ കൗണ്ടും കാര്യങ്ങളൊന്നും തുടരും എന്ന് പറയുന്ന സിനിമക്ക് കിട്ടിയിട്ടില്ല. പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ കഥയെല്ലാം മാറും. കേരള 220 എന്ന് പറയുന്ന ആ ഒരു തിയേറ്റർ സ്ക്രീൻ കൗണ്ടിൽ നിന്നും 300ലേക്കും 400ലേക്കും വരെ ചേക്കേറാൻ കെൽപ്പുള്ള ഒരു മൂവി തന്നെയാണ് തുടരും പോസിറ്റീവ് ആണെങ്കിൽ. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്നും 2,20,00,000 രൂപയാണ് സിനിമക്ക് പ്രീസെയിൽ കളക്ഷനിലൂടെ നേടാൻ സാധിച്ചിരിക്കുന്നത്. ട്രാക്കേഴ്സ് പുറത്തുവിട്ട അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ഫൈനൽ ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 3 കോടിക്കും മുകളിൽ പോയിട്ടുണ്ട്. കറക്റ്റ് കാൽക്കുലേഷനിലേക്ക് എത്തിപ്പെടാൻ ഇനിയും ട്രാക്കേഴ്സിന് സാധിച്ചിട്ടില്ല. ഇന്ന് ഒരു ഉച്ചയോട് കൂടെ മാത്രമേ ഫൈനൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരികയുള്ളൂ. സിനിമ ഇന്ന് ആരൊക്കെ ആദ്യം തന്നെ തിയേറ്ററിൽ നിന്ന് കാണുന്നുണ്ട്, എവിടെ നിന്ന് കാണാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.